വടകരയിൽ കെ രമയെ UDF സ്ഥാനാർത്ഥിയാക്കണമെന്ന് മുസ്ലിം ലീഗ് സെക്രട്ടറി KM ഷാജി. ഇരയുടെ രാഷ്ട്രീയത്തിനൊപ്പമാണ് ലീഗ്. കെ രമയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കോൺഗ്രസ് നേതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിന് മേൽ സമ്മർദ്ദം ചെലുത്തില്ല എന്നും KM ഷാജി മീഡിയ വണ്ണിനോട് പ്രതികരിച്ചു. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ മത്സരിക്കാനില്ല എന്ന വാർത്തകൾ വരുന്നതിനിടയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി MLA ആണ് വടകരയിൽ കെ രമ UDF സ്ഥാനാർത്ഥിയാകണമെന്ന ആഗ്രഹം പങ്കുവച്ചത്. ഇപ്പോൾ KM ഷാജി തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഏത് പശ്ചാത്തലത്തിലാണ് RMP നേതാവായ കെ രമ സ്ഥാനാർത്ഥിയാകണമെന്ന ആഗ്രഹം ഒരു പരസ്യമാക്കി? ഞാൻ RMP നേതാവായ രമ എന്ന വാദത്തിനല്ല എൻ്റെ പരസ്യ പിന്തുണ. രമയുടെ ഒരു വേദനയുടെ ഭാഗത്താണ്. അതും ഞാൻ ഒരു ആഗ്രഹം മാത്രമേ പ്രകടിപ്പിക്കുന്നുള്ളൂ. കാരണം ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഒരു ഉത്തരവാദപ്പെട്ട ഭാരവാഹിയാണ്. അപ്പോൾ പിന്നെ എനിക്ക് മറ്റൊരു ഘടകകക്ഷിയുടെ സീറ്റിൽ ആര് വരണമെന്ന് പറയാനും പറ്റില്ല, ആര് വരരുതെന്ന് പറയാനും പറ്റില്ല. കാരണം നമ്മൾ അച്ചടക്കമുള്ള രാഷ്ട്രീയമാണ് നമ്മുടെ രീതി എന്ന് പറയുന്നത്. പക്ഷേ ആഗ്രഹിക്കാം, നമുക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് വരെ ആഗ്രഹിക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. കാരണം ഞാൻ ഷുക്കൂറിൻ്റെ രാഷ്ട്രീയത്തെ ഷുക്കൂറിൻ്റെ മരണത്തെ പിന്നെ അതുമായി ബന്ധപ്പെട്ട കേസുകളടക്കം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഷുക്കൂറിൻ്റെ വേദന, ഷുഐബിൻ്റെ വേദന, ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും ഒക്കെ വേദന, അതൊക്കെ ഒരു മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ ആ ഒരു ഫ്രസ്ട്രേഷൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ രമ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. RMPയുടെ നേതാവ് എന്നതിനേക്കാൾ ചന്ദ്രശേഖരൻ്റെ ഭാര്യ എന്നുള്ളതാണ് ഞാൻ രമയുടെ പേര് നിർദ്ദേശിക്കുമ്പോഴുണ്ടായിരുന്ന എൻ്റെ ഒരു കാഴ്ചപ്പാട്. താങ്കളൊരു ഇരയുടെ രാഷ്ട്രീയമാണ് അത് പറയാനായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ആ ഇരയുടെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാൻ കോൺഗ്രസിന് ബാധ്യതയില്ലേ, മുസ്ലിം ലീഗിന് ബാധ്യതയില്ല? മുസ്ലിം ലീഗ് ഇരയുടെ രാഷ്ട്രീയത്തിൻ്റെ കൂടെയാണ്. തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് ഇരയുടെ രാഷ്ട്രീയത്തിൻ്റെ കൂടെയാണ്. കോൺഗ്രസിന് ബാധ്യതയുണ്ട്, കോൺഗ്രസ് ചെയ്യുകയും ചെയ്യും. പക്ഷേ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ കോംപ്ലിക്കേഷൻസ് ഏത് പാർട്ടിയെയും അലട്ടുന്ന പ്രശ്നമാണ്. അത് കോൺഗ്രസിനുണ്ടാവും സ്വാഭാവികമായിട്ട്. അതുകൊണ്ട് അവരെ പ്രഷറൈസ് ചെയ്യാനോ കോൺഗ്രസിൻ്റെ കൂടെ അങ്ങനെ ഒരു അഭിപ്രായം പറയണമെന്നും ഞങ്ങൾക്ക് പാടില്ല. കാരണം ഞങ്ങളൊക്കെ ഒരു പാർട്ടി എന്നുള്ള ഘടകകക്ഷി പാർട്ടികളുടെ പേരിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല. ഈ താങ്കളുടെ ആഗ്രഹം കോൺഗ്രസ് നേതാക്കളൊക്കെ ആയിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾ കൂടിയാണ് KM ഷാജി. അതുകൊണ്ട് താങ്കൾ സ്വാഭാവികമായും അത് പങ്കുവച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ എല്ലാവരോടും പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഒരു വലിയ ഇടതുപക്ഷ മനസ്സുണ്ട്. ഇടതുപക്ഷ മനസ്സ് അത് CPM അല്ല. ഇവിടുത്തെ എഴുത്തുകാരായിട്ടുള്ള ഒരുപടി ആളുകളുണ്ട്, ഒന്നും അറിയാത്ത ഇടതുപക്ഷ മനസ്സിൽ. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ പക്ഷമാണെന്ന് വിചാരിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അത് CPM അല്ല, പൊതുജനങ്ങളുടെ. അവർക്ക് UDFിലേക്ക് വരാവുന്ന ഒരു പാലമാക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മീഡിയ ഉണ്ടാവണമെന്ന് ഉള്ള എൻ്റെ ഒരു കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നതാണ്. ഈ രമയെ പോലെ ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ അത് കേരളീയ പൊതുസമൂഹത്തിന് നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങൾ ഏറ്റെടുക്കാൻ കോൺഗ്രസ് ഇനിയും വൈകേണ്ടതുണ്ട്. രമയെ സ്ഥാനാർത്ഥി ആവുമെങ്കിൽ, അല്ലെങ്കിൽ ഇരയുടെ കൂടെ നിൽക്കുമെങ്കിൽ ഉണ്ടാകാവുന്ന ഒരു രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ, വോട്ടാണ് ജനാധിപത്യത്തിലെ കത്തിയേക്കാൾ വലിയ ആയുധം എന്നാണ്, വടിവാളിനേക്കാൾ വലിയ ആയുധം എന്നാണ്, ബോംബിനേക്കാൾ വലിയ ആയുധം എന്നാണ്. അത് രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടണം തന്നെ എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഇടവഴികളിൽ ബോംബുമായിട്ട് കാത്തിരിക്കാതിരിക്കുക, കത്തിയായിട്ട് കാത്തിരിക്കാതെ ഇരയെ നമുക്ക് ജനാധിപത്യത്തിൻ്റെ മാർഗ്ഗത്തിൽ കൊണ്ടുവരാം, അവിടെ വെച്ച് പിടിക്കാം എന്നുള്ളതാണ് ഒരുപക്ഷെ ഇതിലെ ഏറ്റവും നല്ല മെസ്സേജ് ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം വിശാലമായ തലങ്ങൾ മുന്നോട്ട് വയ്ക്കാം എന്നുള്ളതാണ് KM ഷാജി തൻ്റെ നിലപാടായി കെ രമ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന ആവശ്യത്തിലൂടെ മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്.